എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ഹോം ലാബിംഗ് കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഹോം ലാബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരു സ്വന്തമായിട്ടൊരു ഒരു സെർവർ സെറ്റപ്പ് ചെയ്യുക. അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. ഉദാഹരണത്തിന് സെൽഫായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ പർപ്പസിന് ഉപയോഗിക്കാം. അതായത് നമ്മളൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളോ മറ്റൊന്നും ഉപയോഗിക്കാതെ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടേതായ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹോം ലാബിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഹോം ലാബിംഗ് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിലൊരു സെർവർ സെറ്റ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാനൊരു എച്ച് പിയുടെ ഒരു എലൈറ്റ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു മിനി പി സി, റീഫർബിഷ്ഡ് ആയിട്ടുള്ളൊരു മിനി പി സി മേടിച്ചു. ആദ്യത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സിമ്പിളി ബ്രൗസിങ് ആയിരുന്നു. ബ്രൗസിങ് രാവിലെ യൂട്യൂബിൽ ന്യൂസ് ചാനൽ കാണുക, പിന്നെ വൈഫിനെ കമ്പ്യൂട്ടർ പഠിക്കുക. ഇതായിരുന്നു ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാനൊരു ഈ മിനി പി സി മേടിക്കുന്നു. അതങ്ങനെ ജസ്റ്റ് അവളുടെ പർപ്പസിനെയും പിന്നെ ടി വി കാണാനും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അതിന് ശേഷം എനിക്കൊരു CCTV സിസ്റ്റം വേണമെന്നുള്ളൊരു റിക്വയർമെൻറ്റ് വന്നു. അങ്ങനെ ഞാൻ CCTV എന്താണ്, എങ്ങനെയാണത് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടോ നോക്കി. കാരണം നമ്മളൊരു ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ സോഫ്റ്റ്വെയർസിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഫ്രീ മൂവ്മെൻറ്റിൻ്റെ ഒരു ഫിലോസഫി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായതിനാൽ എന്ത് കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പൺ ആൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഞാൻ ഷിനോബി എന്ന് പറഞ്ഞൊരു NVR സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടു. അത് ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് IP ക്യാമറകളുടെ ഫീഡ്, IP ക്യാമറകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് മോഷൻ ഡിറ്റക്റ്റിംഗ് ഒക്കെ എനേബിൾ ചെയ്താൽ ക്യാമറൻ്റെ മുമ്പിൽ എന്തെങ്കിലും അനക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം റെക്കോർഡ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഷിനോബി ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്കർ വഴി വളരെ ഈസി ആയിട്ട് ഷിനോബി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഡോക്കർ എന്ന് പറയുന്നൊരു സംവിധാനം അറിയാത്തവർ ഡോക്കർ എന്താണെന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി. എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിനകത്തുണ്ട് എന്താ ഡോക്കർ, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്കർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ CASOS എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ്. നമുക്ക് ഡോക്കർ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ CASOS ഞാൻ ഈ പറയുന്ന ഹോം സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഹോം സെർവറിൽ ഓൾറെഡി Debian 12 റൺ ചെയ്യുന്നുണ്ട്. Debian 12 ഞാൻ അതിനകത്ത് ഓൾറെഡി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഞാൻ ഈ പറയുന്ന CASOS ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഷിനോബി ഇൻസ്റ്റാൾ ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡിങ്സ് എല്ലാം ഹാർഡ് ഡിസ്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേ ചെയ്യാൻ ഒരു ഓപ്ഷൻ വേണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓരോ ഫോൾഡറിൽ പോയിട്ട് ഓരോ വീഡിയോ പ്ലേ ചെയ്യണം. അതൊരു ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഈ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള CCTVയിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആപ്പിൽ നിന്ന് കാണാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആപ്പ് ഉണ്ടെങ്കിൽ അത് തുറന്നു നോക്കിയാൽ ഈ CCTV ഫുട്ടേജുകളൊക്കെ കാണാമല്ലോ എന്നുള്ള ആശയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോഴാണ് ജെല്ലിഫിൻ എന്ന് പറയുന്നൊരു മീഡിയ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ സെർവറിനെ കുറിച്ച് പഠിക്കുന്നത്. അതും ഓപ്പൺ സോഴ്സാണ്. അത് CASOS വഴി ഡോക്കർ വഴി വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഈ ഷിനോബി എന്ന് പറയുന്ന CCTV NVR സോഫ്റ്റ്വെയറിൽ റെക്കോർഡാവുന്ന വീഡിയോസിൻ്റെ പാത്ത് ഞാൻ ജെല്ലിഫില്ലും കൂടി ആഡ് ചെയ്തിട്ട് ജെല്ലിഫില്ലിൽ അതൊരു ലൈബ്രറി ആക്കി മാറ്റി. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ റെക്കോർഡഡ് വീഡിയോസ് വന്ന് വീഴുന്ന സമയത്ത് അത് നേരെ ജെല്ലിഫിൻ റീഡ് ചെയ്ത് അതിൻ്റെ ലൈബ്രറിയിൽ
കൊണ്ടുവരും. അതായത് ജെല്ലിഫിൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡഡ് വീഡിയോസൊക്കെ കാണാൻ പറ്റും, പ്ലേ ചെയ്യാനും കാണാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ ആ ഒരു ആവശ്യകത അവിടെ നിറവേറി. കുറച്ച് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു മാസത്തെ ബാക്കപ്പാണ് വെച്ചിരുന്ന വീഡിയോസ്. ജെല്ലിഫിനിൽ CCTV ഒക്കെ ഫൂട്ടേജ് മാത്രമല്ലാതെ അതിനകത്ത് പല ഓപ്ഷൻസുണ്ട്. ഉദാഹരണത്തിന് IPTV ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് TV ചാനലുകൾ കാണാം, പിന്നെ പേഴ്സണൽ ഫോട്ടോസ് വീഡിയോസൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ ഏത് മീഡിയം അതിനകത്ത് ആഡ് ചെയ്താൽ നമുക്ക് ആ ആപ്പിൽ നിന്ന് ബ്രൗസ് ചെയ്യാം. അങ്ങനെ ഞാൻ CCTVക്ക് പുറമെ എൻ്റെ ഫോട്ടോസെല്ലാം ആഡ് ചെയ്തു, വീഡിയോസ് ആഡ് ചെയ്തു, അതുപോലെ IPTV ആഡ് ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ വന്നാൽ എല്ലാ മീഡിയയും കൂടി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനൊരു 1 TB വെസ്റ്റേൺ ഡിജിറ്റലിൽ 1 TB HDD സ്റ്റോറേജ് മേടിക്കുകയും അതിനൊരു എൻക്ലോഷറോട് കൂടിയിട്ട് മേടിക്കുകയും അത് ഹോം സെർവറിൽ കണക്ട് ചെയ്ത് മൗണ്ട് ചെയ്ത് അത് ഒരു സാമ്പാ സെർവറാക്കി, അതായത് ഫയൽ ഷെയറിങ് സെർവറാക്കി. എന്നിട്ട് എല്ലാ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വന്ന് വീഴുന്നതും എല്ലാ ഫോട്ടോസും എല്ലാം ഈ പറയുന്ന മെയിൻ സ്റ്റോറേജിലോട്ടാക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെഡിക്കേറ്റഡ് സ്റ്റോറേജായി. അപ്പോൾ എല്ലാം ആ സ്റ്റോറേജിലാണ്, ഹോം സെർവറിൻ്റെ എന്താ പറയുക, ഹാർഡ് ഡിസ്കിനകത്ത് അത് വന്ന് വീഴില്ല. അങ്ങനെ ഇരിക്കെ അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആക്സസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് സെർച്ച് ചെയ്യുക, ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പോർട്ട് ഫോർവേഡിങ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് സ്റ്റാറ്റിക് IP, ഞാൻ ഉപയോഗിക്കുന്നത് ജിയോ ഫൈബറാണ്. ആ ജിയോ ഒന്ന് മേടിച്ച് ഇത് കണക്ട് ചെയ്ത് അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ടൈറ്റൻ ചെയ്യണം. അല്ലെങ്കിൽ പബ്ലിക് സെർവർ ആയാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. സെക്യൂരിറ്റി ലെവലിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പോൾ സെർവർ അടിച്ച് പോയി അറ്റാക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് വന്നിരുന്നത് ഞാൻ മാത്രം ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകൾ മാത്രം എൻ്റെ ഹോം സെർവറിന് ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോഴാണ് VPN കുറിച്ച് അറിയുന്നത്, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഉണ്ടാകുമോ, അങ്ങനെ വയഗാർഡ് എന്ന് പറയുന്ന VPNനെ കുറിച്ചിട്ട് പഠിക്കുന്നു. സെൽഫ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന VPN സെർവറുകളുണ്ട്, നെറ്റ്ബേർഡ് പോലെയുള്ള. അങ്ങനെ നെറ്റ്ബേർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നെറ്റ്ബേർഡിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോം സെർവർ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ നെറ്റ്ബേർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലൗഡ് സെർവർ വേണം, അതിനകത്ത് നെറ്റ്ബേർഡ് ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ നെറ്റ്ബേർഡിൽ ക്ലയൻറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കണക്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ എന്തായാലും ഒരു ക്ലൗഡ് സെർവർ എന്തായാലും വേണം, അതിന് മാസം പൈസ കൊടുക്കേണ്ടി വരും. ഇനീഷ്യലി ഞാൻ അതായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നീടാണ് ഞാൻ ടെയിൽസ്കെയിൽ എന്ന് പറയുന്ന ഒരു VPNനെ കുറിച്ച് പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഒറ്റ അക്കൗണ്ടിൽ 100 ക്ലയൻറ്റുകളെ കണക്ട് ചെയ്യാം, 3 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഏത് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടിനകത്ത്. അപ്പോൾ ഒരു ഹോം ലാബറെ സംബന്ധിച്ച് അത് തന്നെ ധാരാളമാണ്. അങ്ങനെ ഞാൻ മെല്ലെ ടെയിൽസ്കെയിലോട്ട് മാറുകയും ഇപ്പം എൻ്റെ എല്ലാ സർവീസും ഞാൻ റിമോട്ട്ലി ആക്സസ് ചെയ്യുന്നത് ടെയിൽസ്കെയിൽ വെച്ചിട്ടാണ്, ഒരു കാശ് ചിലവില്ലാതെ. പിന്നെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് മലപ്പുറത്തുള്ള എൻ്റെ വീട്ടിൽ CCTV ക്യാമറകളും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെയിൽസ്കെയിൽ എന്ന് പറയുന്ന VPNൽ നമ്മളെ ഡിവൈസുകളെല്ലാം കണക്റ്റഡ് ആകുമ്പോൾ അതൊരൊറ്റ നെറ്റ്വർക്ക്, ഒരു മെഷ് നെറ്റ്വർക്ക് ആകും. അങ്ങനെ മഞ്ചേരിയിൽ ഞാനൊരു റാസ്ബെറി പൈ വെക്കുകയും അതിൽ ത്രൂ അവിടുത്തെ ക്യാമറകളൊക്കെ ഈ കൊച്ചിയിലുള്ള ഷിനോബിലോട്ട് ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മഞ്ചേരി വീടിലെ CCTV ഫുട്ടേജസ്, കൊച്ചിയിലെ CCTV ഫുട്ടേജ്, എൻ്റെ ഫോട്ടോസ്, മീഡിയാസ്, IPTV ചാനലുകൾ എല്ലാം എനിക്ക് ജെല്ലിഫിനിൽ എനിക്ക് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്തു. അതിന് ശേഷം പിന്നെ എന്ന് പറയുന്നത് ഒരു ആവശ്യകത എന്ന് പറയുന്നത്, എല്ലാം ഒരു ആവശ്യകത വരുമ്പോഴാണ് അതിലൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുകയും ഇതുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നീടൊരു ആവശ്യകത വന്നതെന്ന് പറയുന്നത്, ഒത്തിരി ഫോട്ടോ എടുക്കുന്ന ഫോണായതിനാൽ ഒരുപാട് ഫോട്ടോ ഉണ്ടാകും ക്യാമറ വഴി എടുക്കുന്ന ഫോട്ടോ എൻ്റെ ഫോണിൽ. അതുപോലെ അതെനിക്ക് എൻ്റെ മീഡിയ സെർവറിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എന്നും ഞാൻ കോപ്പി ചെയ്യുക എന്ന് പറയുന്നൊരു പണിയാണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിങ്ക് തിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു
ടൂള് ഹോം സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നെ എൻ്റെ മൊബൈലിലും വൈഫിൻ്റെ മൊബൈലും ലാപ്ടോപ്പിലും ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു, കണക്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഞാൻ വൈഫും ഫോൺ വഴി ക്യാമറ വഴി എടുക്കുന്ന ഫോട്ടോ വീഡിയോസ് എല്ലാം എന്താ ചെയ്യുക, ടെയിൽസ്കെയിൽ എന്ന് പറയുന്ന നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയിട്ട് കൊച്ചിയിലുള്ള സെർവറിലോട്ട് ഇത് അപ്ലോഡ് ആവും. അപ്പോൾ കറൻ്റ്ലി വൈഫ് നാട്ടിലാണ്. അപ്പോൾ അവിടെ അവളെടുത്താലും ഇവിടെ ഞാനെടുത്താലും എല്ലാം ഈ സെൻട്രൽ സെർവറിലോട്ട് സേവ് ആവും. അതായത് ഈ 1 TB HDD സ്റ്റോറേജിലോട്ട് സേവ് ആവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ജെല്ലിഫിൻ എന്ന് പറയുന്ന എന്താ പറയുക മീഡിയ സെർവറിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റമാണ്. എൻ്റെ അച്ഛന് ഇതുപോലെ ഫോണിൽ ടെയിൽസ്കെയിൽ ഉണ്ട്, വൈഫിൻ്റെ ഫോണിൽ ടെയിൽസ്കെയിൽ ആപ്പ് ഉണ്ട്, എൻ്റെ ഫോണിൽ ടെയിൽസ്കെയിൽ ആപ്പ് ഉണ്ട്. 3 പേർക്ക് ഷെയർ ചെയ്യാം ഫ്രീ പ്ലാനിൽ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് ഫോൺ എടുക്കുക, ടെയിൽസ്കെയിൽ എന്ന് പറയുന്ന ആപ്പ് ഓണാക്കുക, അതിനുശേഷം ജെല്ലിഫിൻ എന്ന് പറയുന്ന ആപ്പിൽ ഓൾറെഡി ഹോം സെർവറിൻ്റെ ജെല്ലിഫിൻ്റെ URL, അതായത് ടെയിൽസ്കെയിൽ നെറ്റ്വർക്കിൽ ആ സെർവറിന് കിട്ടിയിട്ടുള്ള IP അല്ലെങ്കിൽ URL അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെയിൽസ്കെയിൽ ആപ്പ് ഓണാക്കുക, ജെല്ലിഫിൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാമറ ഫുട്ടേജും മീഡിയയും ഫോട്ടോയും TV ചാനലും എല്ലാം അതിനകത്ത് കാണാൻ പറ്റും. ആവശ്യം കഴിഞ്ഞാൽ VPN ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ചെയ്തു. ഇതെല്ലാം ഓരോ കാര്യങ്ങളും ഓരോ ആവശ്യങ്ങൾ വന്നപ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹോം ലാബിൻ്റെ ഒരു സെറ്റപ്പ് ഞാനൊരു കാണിച്ചുതരാം. ഇതാണ് എൻ്റെ കാസോയ്സ് URL. ഇതിപ്പോൾ ഞാൻ ആക്സസ് ചെയ്യുന്നത് ഓഫീസിൽ നിന്നാണ് കേട്ടോ. എൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാസോയ്സ് ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഫയൽ മാനേജറാണ്. ഓക്കെ, ഇതിൻ്റെ എക്സ്ട്രാ HDD ആണ് 1 TB. അതിനകത്ത് കുറേ ഫോൾഡറുകളും സബ് ഫോൾഡറുകളൊക്കെ ഉണ്ട്. അതിനകത്താണ് ഷിനോബിയുടെ റെക്കോർഡർ വീഡിയോസ് വരുന്നത്, പിന്നെ പാട്ട്, മൂവീസ്, ഇമേജസ്, ആപ്പ് ഡാറ്റ ഒക്കെ വരുന്നത്. ഇത് ജെല്ലിഫിൻ, ഇത് ഷിനോബി, ഇത് സിങ്കിത്തിങ്, ടെയിൽസ്കെയിൽ VPN, നെറ്റ്ബേർഡ് VPN, പിന്നെ പൈഹോൾ. നമ്മുടെ നെറ്റ്വർക്കിൽ ആഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് ഞാൻ ഷിനോബി എന്ന് കാണിക്കാം, എന്താ ഷിനോബി എന്നുള്ളത്. ഷിനോബി ആപ്ലിക്കേഷൻ ഇതെനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഓഫീസ് സിസ്റ്റവും എൻ്റെ ടെയിൽസ്കെയിൽ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ക്യാമറകൾ കാണിക്കാം. ഇതാണ് ക്യാമറകൾ. ഇത് എറണാകുളത്തുള്ള വീടിൻ്റെ ഫ്രണ്ട് ഫുട്ടേജാണ്. മഞ്ചേരിയിലുള്ള വീടിലെ ഹാള്, മഞ്ചേരി വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ റെക്കോർഡഡ് വീഡിയോസൊക്കെ ജെല്ലിഫിൻ എന്ന് പറയുന്ന മീഡിയ സെർവറിലാണ് വരുന്നത്. ജെല്ലിഫിൻ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മഞ്ചേരിയിലെ CCTV ഫ്രണ്ട് ക്യാമറൻ്റെ ഫുട്ടേജ്, ഹാൾ ക്യാമറ, കൊച്ചിയിലെ ഫ്രണ്ട് ക്യാമറ ഫുട്ടേജ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോസ് എല്ലാം ഓരോ സമയങ്ങളിലും റെക്കോർഡഡ് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഇത് ലൈവ് TV ആണ്, IPTV ആണ്. ഇതിനകത്ത് നമുക്ക് ചാനലുകളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഏതൊരു ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാം. പിന്നെ നിന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കാൻ പറയാം. കുറച്ച് ചാനലുകളുണ്ട്. ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ന്യൂസ് ചാനലുകളും എല്ലാം ഉണ്ട്. അതുപോലെ മഴവിൽ മനോരമ. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണം. നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. ഒക്കെ ചാനൽ ലൈവ് ചാനലുകളാണ് കേട്ടോ. അപ്പോൾ ചാനലുകൾ കാണാം. അതുപോലെ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെഡ്ഡിങ് ഫോട്ടോസാണ്. അതേപോലെ മൂവീസ്, അപ്പോൾ ഞാൻ മൂവീസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. മൂവീസ് ഡൗൺലോഡ് ചെയ്തിടും. ഇതിനകത്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ വൈഫിനും സിനിമയൊക്കെ കാണാം, അച്ഛനൊക്കെ സിനിമയൊക്കെ കാണാം.
അതേപോലെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഒന്ന് കാണാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഫോണാണ് S23. അപ്പോൾ ഇതിൽ എൻ്റെ ഫോൺ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും. അതേപോലെ ഉദാഹരണത്തിന് ഒരു റെക്കോർഡഡ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളുണ്ട്, അപ്പോൾ അവരെ പ്രൈവസി ബാധിക്കുന്നതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്ത് കാണിക്കാത്ത. എൻ്റെതുണ്ടെങ്കിൽ കാണിക്കാം. ഫൂട്ടേജ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ എല്ലാം ഇതിനകത്താണ് കേട്ടോ. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് സിങ്ക് ആവുന്നതാണ്, ഞാൻ മൂവ് ചെയ്ത് വെക്കുന്നതല്ല.